നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്തു, വെയിറ്റ് ചെയ്തു, ഒന്നും വന്നില്ല. പിന്നെ വേറൊരു ജോബിന് അപ്ലൈ ചെയ്തു, ഒരു 5 ജോബിന് അപ്ലൈ ചെയ്തു, പിന്നെ അത് 20ആയി, 50ആയി. നിങ്ങളൊന്നും തിരിച്ചു കേൾക്കുന്നില്ല. ആൻഡ് ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഹിയേഴ്സ് വാട്ട് സംതിങ് നോബഡി ടെൽസ് യു. ചിലപ്പോൾ നിങ്ങളുടെ റെസ്യൂമേ എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യൻ പോലും റീഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്. ഇത് നിങ്ങൾ ക്വാളിഫൈഡ് അല്ലാത്തതുകൊണ്ടോ, നിങ്ങൾക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടോ, നിങ്ങൾ ആ ജോബിന് ഫിറ്റ് അല്ലാത്തതുകൊണ്ടൊന്നല്ല. ഇത് നിങ്ങളുടെ റെസ്യൂമേ ഒരു അപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം അഥവാ ATS സിസ്റ്റത്തിലൂടെ കടന്നു പോയിട്ട് നിങ്ങളുടെ ഫോർമാറ്റിംഗ് മിസ്റ്റേക്സ് കാരണം അത് പുറത്തെത്താത്തതുകൊണ്ടോ സെലക്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടുമാണ്. സോ എല്ലാ ആഴ്ചയും നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് റെസ്യൂമേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നിട്ട് റിജക്റ്റ് ആയിട്ട് പോകുന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് എങ്ങനെ നമുക്കൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെസ്യൂമെ ബിൽഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോർമാറ്റിംഗ് മിസ്റ്റേക്സ് ഒഴിവാക്കാം, എങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു കോൾ കിട്ടുന്നത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ആ ചാൻസസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റ് ദ ബിഗിനിങ്. എന്താണ് ഈ ATS സിസ്റ്റം? സോ ഒരു റീസണബിൾ സൈസുള്ളൊരു കമ്പനിയാണ് വിചാരിക്കാം. അത്യാവശ്യം ലെറ്റ്സ് ഒരു 1, 2, 3, 4 ഹയറിങ്സ് ഒരു മാസം ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് തന്നെ വിചാരിക്കാം. സോ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 100 200 ഒക്കെ ആപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനീസും പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ATS സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, ഈ പ്രൊഫൈൽസ് എല്ലാം ഒരു ഹ്യൂമൻ്റെ അടുത്തോ, ഒരു മാനേജർ അടുത്തോ, ഒരു റിക്രൂട്ടർ അടുത്തോ എത്തുന്നതിന് മുന്നേ ഈ ATS സിസ്റ്റത്തിലൂടെ കടന്നു പോയിട്ട് ഫിൽട്ടർ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഫിൽട്ടേർഡ് ആയിട്ടുള്ള പ്രൊഫൈൽസ് ആയിരിക്കും ഇവരിലേക്ക് വരുന്നുണ്ടാവുക. സോ ഈ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കീവേഡ്സിനെ സ്പെസിഫിക് ചെയ്തിട്ടും ആ ജോബ് റിക്വയർമെൻറ്റിനെ സ്പെസിഫിക് ചെയ്തിട്ടും ആ പ്രൊഫൈൽസിനെ അസസ് ചെയ്തിട്ട് സ്കോർ ചെയ്തിട്ട് ആ സ്കോർ ബേസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് അഥവാ പ്രൊഫൈൽസ് മാത്രം ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളത്. ആൻഡ് ഹിയേഴ്സ് എ നമ്പർ ദാറ്റ് ആക്ച്വലി സ്കെയർസ് മീ എവറി സിംഗിൾ ടൈം. സ്റ്റഡീസ് പറയുന്നത് 75% ഓഫ് ATSയിലൂടെ കടന്നു പോകുന്ന പ്രൊഫൈൽസും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് 75%. ദാറ്റ് മീൻസ് നിങ്ങൾ 4 കമ്പനിയിൽ ഒരു റെസ്യൂമെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാൻസസ് ആർ നിങ്ങൾക്ക് ചിലപ്പം ഒരു കമ്പനിയിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങളുടെ റെസ്യൂമെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സോ ദിസ് കുഡ് ബി ദ റീസൺ വൈ നിങ്ങൾക്ക് തിരിച്ച് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. ആൻഡ് ദ റിയൽ ചാൻസസ് ആർ നിങ്ങളുടെ ഫോർമാറ്റിംഗ് ബാഡാണ് ആൻഡ് വി ആർ ഗോയിങ് ടു ഫിക്സ് ദിസ് റൈറ്റ് നൗ. ദെൻ ഒരിക്കലും ഒരു കാൻഡിഡേറ്റിൻ്റെ ഫോൾട്ട് അല്ല, കാരണം ഇത് മിക്ക ആൾക്കാരും പറഞ്ഞു കൊടുക്കാത്തൊരു സാധനമാണ്. സോ ഐ എം ഗോയിങ് ടു ഗിവ് യു 5 വെരി ക്രിട്ടിക്കൽ റീസൺസ് വൈ ഈ റിജക്ഷൻ ട്രിഗർ ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടായിട്ട്. സോ ദ നമ്പർ 1, ദ മോസ്റ്റ് കോമൺ വൺ ഇസ് ടേബിൾസ് ആൻഡ് കോളംസ്. റൈറ്റ്, നിങ്ങളിപ്പോൾ ഒരു സ്കിൽസ്, വീക്ക്നെസ്, മറ്റു കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങളൊരു 2 ലൈൻഡ് ആയിട്ടുള്ള ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ടേബിൾസും കോളംസ് ഒക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യും. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ATS സിസ്റ്റം ലെഫ്റ്റ് ടു റൈറ്റ് വെരി പ്ലെയിൻ ടെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. അപ്പോൾ ഒരു കോളം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ഒന്നെങ്കിൽ അത് പൊട്ടും അല്ലെങ്കിൽ അത് എറർ കാണിക്കും. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്കിയുള്ള റെസ്യൂമെ അത് വായിക്കില്ല. സോ ഒരു ടേബിൾ എന്ന് പറയുന്ന സാധനം എപ്പോഴും അത് സ്ക്രാമ്പിൾഡ് ആയിട്ടോ എറേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഒക്കെ ആയിട്ടായിരിക്കും എൻഡ് ഓഫ് ദാറ്റ് സൈക്കിൾ പുറത്തേക്ക് വരുന്നുണ്ടാവും. സോ ദ ഫിക്സ് ഫോർ ദിസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള സിംഗിൾ കോളം ഫ്രെയിം വർക്ക് അഥവാ ഫോർമാറ്റ് ഫോളോ ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ള സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ടേബിൾസ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. നമ്മൾ കാണുന്ന മിക്ക CVസിനകത്തും ATS ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മിക്ക CVസിനകത്തും we are still seeing tables, right? So number 2 is photos, graphics and icons. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൽസ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം, സ്റ്റാർസ് ഉപയോഗിക്കുന്നുണ്ടാവാം, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഹെഡ് ഷോട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. എന്നാൽ ATS cannot read graphics, right? So ഈവൻ ദോ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിലും ഡു നോട്ട് യൂസ് ദാറ്റ്, റൈറ്റ്? സോ ഈ ഗ്രാഫിക്സ് ഒന്നും പറ്റില്ല, ഇതിന് റീഡ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് യു കൻ ഡു, ഈ ഇമേജസ് ഒക്കെ റിമൂവ് ചെയ്യുക, ഐക്കൺസ് ഒക്കെ റിമൂവ് ചെയ്യുക, സ്റ്റാർസ് ഒക്കെ റിമൂവ് ചെയ്യുക, വാട്ട് എവർ യു സീ ആസ് ഗ്രാഫിക്സ് എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് യൂസ് ചെയ്യുക ഓരോ സാധനത്തിന് വേണ്ടിയിട്ടായിട്ടും. നമ്പർ 3 ഇസ് മിസ്സിങ് കീവേഡ്സ് ആണ്. ATS എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഇവിടെ പറയാണ്. സോ ലെറ്റ്സ് സേ ഒരു പുതിയ ജോബ്
ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും ഒരു കമ്പനിയിൽ. സോ വാട്ട് ദ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ റിക്രൂട്ടർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് ATSന് കൊടുക്കുകയാണ്. സോ വൺസ് ആ ATSന് കൊടുക്കുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി ആ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവാം, എക്സ്പീരിയൻസസ് ഉണ്ടാവാം, കീവേഡ്സ് ഒക്കെ അവിടെ ഉണ്ടാവാം. അപ്പോൾ ആ കീവേഡ്സ് ഒക്കെ മാപ്പ് ചെയ്തിട്ട് ATS എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സിസ്റ്റം, ഒരു ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കീവേഡ്സ് ആൻഡ് അവിടെയുള്ള മെറ്റീരിയൽസ്, എലമെൻറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ATS എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈലിനെ സ്കോർ ചെയ്യും. ഇതാണ് what happens. So let's say ഒരു പെർട്ടിക്കുലർ റോളിനകത്ത് പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ളൊരു എക്സ്പീരിയൻസിന്റെ റിക്വയർമെന്റ് ഉണ്ടാവാം. പക്ഷേ നിങ്ങളുടെ CV-കകത്ത് ചിലപ്പം പ്രൊജക്ട് കോർഡിനേഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാം. മേ ബി രണ്ടും സെയിം ആയിരിക്കാം. പക്ഷേ ATSനെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ട് മാനേജ്മെന്റ് എന്നുള്ള കീവേഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്കോർ കുറയാം, മേ ബി റിജക്ട് ചെയ്യപ്പെടാം. റൈറ്റ്? സോ വാട്ട് ഈസ് ഐഡിയൽ പ്രാക്ടീസ്? നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക. എന്നിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിനകത്തുള്ള കീവേഡ്സ് നോക്കുക. ആ കീവേഡ്സ് നിങ്ങളുടെ റെസ്യൂമേക്കകത്ത് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. ലൈക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർലി റീഡ് ചെയ്യുക. മിക്ക ആൾക്കാരും ചെയ്യാറേ ഇല്ല. ഇപ്പോൾ 75% ആണ് റിജക്ഷൻ റേറ്റ് ഓഫ് ATS ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 95% ഓഫ് ആൾക്കാരും ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കാറില്ല. ജസ്റ്റ് ജോബിൻ്റെ പേര് മാത്രം നോക്കാറുള്ളൂ, ഡെസിഗ്നേഷൻ മാത്രം. സോ ആക്യുറേറ്റ് ആയിട്ടുള്ള കീവേഡ്സ് അവിടെ യൂസ് ചെയ്യും. നൗ ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോങ് ഫയൽ ഫോമാറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അഗെയിൻ വെരി കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ATSൻ്റെ മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഫോമാറ്റ് അൺടിൽ ആൻഡ് അൺലെസ് സ്പെസിഫിക്കലി മെൻഷൻഡ്, ലെറ്റ്സ് വേറൊരു ഫോമാറ്റ് മെൻഷൻ ചെയ്യാത്തടത്തോളം ഇറ്റ്സ് ഓൾവേസ് PDF. വേർഡ് ഡോക്യുമെൻ്റ് ആയാലും PPT ആയാലും ഒക്കെ ഇറ്റ് മൈറ്റ് നോട്ട് റീഡ് ഇറ്റ്. റൈറ്റ്? സോ PDF ഫോമാറ്റാണ് ഏറ്റവും ബെറ്റർ. ഞങ്ങൾക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ ഫോമാറ്റ്സിലും ഞങ്ങൾ കാണുന്നൊരു കോമൺ മിസ്റ്റേക്സ് ആണ്. ഒന്നെങ്കിൽ വേർഡ് ഡോക്യുമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ PPT ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവാം. സോ ഡൗൺലോഡ് ഇറ്റ് ആസ് PDF ആൻഡ് ഗിവ് ഇറ്റ്. ഒരു ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ മോസ്റ്റ്ലി ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ പറയാം അപ്ലോഡ് യുവർ റെസ്യൂമേ ഇൻ ലെറ്റ്സ് സേ PDF ഫോമാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈവൻ ലിങ്ക്ഡിൽ ഈ പറയുന്ന സിസ്റ്റം ഉണ്ട് കേട്ടോ. നിങ്ങൾ ലിങ്ക്ഡിൽ ഈസി അപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ സ്കോറിങ് നടക്കുന്നുണ്ട്. അവിടെയും ഈ കീവേഡ്സും ഈ പരിപാടിയൊക്കെ സ്പെസിഫിക് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ലിങ്ക്ഡിൽ ചിലപ്പം വേർഡ് ഡോക്യുമെൻറ്റിന് മറ്റൊന്നും ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു കമ്പനീൻ്റെ വെബ്സൈറ്റിലോ മറ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പിലൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ അവിടുന്ന് ATSയിലേക്കും പുഷ് ചെയ്യുന്നുണ്ടാവും. സോ അവിടെ ഫോർമാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നേരത്തെ പറഞ്ഞ കീവേഡ്സ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വെരി ക്രിട്ടിക്കലാണ്. നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് മേക്ക് ഷുവർ PDF ആയിട്ട് അയക്കുന്നു. Always the safe, right? Never send both, always send the PDF. And finally, the most common mistake, generic ആയിട്ടുള്ള റെസ്യൂമേ എല്ലാ ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്നു. റൈറ്റ്? ദിസ് ഇസ് എ വെരി കോമൺ മിസ്റ്റേക്ക്. ഒരു റെസ്യൂമേ നിങ്ങൾ 50 കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദ ചാൻസസ് ആർ ചിലപ്പോൾ ഓരോരുത്തർ അത് ഫിറ്റിന് ആവണമെന്നില്ല. റൈറ്റ്? ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഞാൻ എപ്പോഴും പറയാം, always have ഒരു 4 to 5 different versions of your resume. 4-5 different versions of resume എടുക്കുക. അത് പല ടൈപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടിയിട്ടായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ റെസ്യൂമെ അയക്കുന്നതിന് മുമ്പ് സ്റ്റിൽ ഐ എം സെയിങ് റൈറ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക. എന്നിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുക, എടുക്കുക. എന്നിട്ട് ആ കീവേഡ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ റെസ്യൂമേയിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റെസ്യൂമെ, അതായത് ടൈപ്പ് ഓഫ് കമ്പനി അനുസരിച്ചിട്ട് ആ റെസ്യൂമെ ചൂസ് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക. ആ ഫോർമാറ്റിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ബേസിലുള്ള കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ആണെന്ന് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അയക്കാനായിട്ട് പറ്റുള്ളൂ. റൈറ്റ്? സോ ഒരു ബേസ് റെസ്യൂമെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബേസ് റെസ്യൂമേസ് ഉണ്ടാക്കുക. ഇതാണ് ഫിക്സ് പറയുന്നത്. ഒരു ദ സൊല്യൂഷൻ ഇസ് സെറ്റ് ഓഫ് ബേസ് റെസ്യൂമേസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ അപ്ലിക്കേഷൻസ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യുക, പ്രൊഫഷണൽ സമ്മറി മാറ്റുക, സ്കിൽ സെക്ഷനൊക്കെ മാറ്റുക. അങ്ങനെ എല്ലാ ജോബിനും ഒരു സ്കിൽസ് അല്ല വേണ്ടത്. റൈറ്റ്? സോ ദീസ് ആർ ദ 5 മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എറേഴ്സ് വരുന്നത്. നൗ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസ്യൂമെ ഹൗ ഇറ്റ് ലുക്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വി സി അഗെയിൻ 5 കോമൺ ട്രേറ്റ്സ്. റൈറ്റ്? ഫസ്റ്റ് ഇസ് ക്ലീൻ സ്ട്രക്ചർ ഉണ്ടാവും അതിനകത്ത്. റൈറ്റ്? സിംഗിൾ കോളം സ്ട്രക്ചർ ആയിരിക്കും, ക്ലിയർ സെക്ഷൻ ഹെഡിങ്സ് ഉണ്ടാവും, കൺസ്റ്റന്റ് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുക, വിഷ്വൽ ഇല്ല, ആൻഡ് ഒരു 20 to 30 സെക്കൻഡ്സിനകത്ത് ഈസിലി സ്കാൻ ചെയ്യാൻ പറ്റുന്ന, അതായത് ATSന് സോഫ്റ്റ്വെയറിന് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും അവിടെ ഉണ്ടാവുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഇസ് സ്ട്രോങ് പ്രൊഫഷണൽ സമ്മറി അവിടെ ഉണ്ടാവും, അഥവാ എക്സിക്യൂട്ടീവ് സമ്മറി എന്നൊക്കെ അവിടെ വിളിക്കാറുണ്ട്. റൈറ്റ്? എന്താണ് ഈ പ്രൊഫഷണൽ സമ്മറി? എപ്പോഴും എല്ലാ റെസ്യൂമേക്കകത്ത് മേലെ സമ്മറി ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് എല്ലാവരും കോമൺ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും വെരി പാഷനേറ്റ് ഇൻഡിവിജ്വൽ ലുക്കിംഗ് ഫോർ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ എ ചാലഞ്ചിങ് എൻവയൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ദിസ് ഇസ് കോപ്പി പേസ്റ്റ് ആണ്, ജസ്റ്റ് ടെംപ്ലേറ്റ് ആണ്, ഇറ്റ്സ് നോട്ട് പേഴ്സണലൈസ്ഡ്. റൈറ്റ്? സോ വെരി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രോങ് പ്രൊഫഷണൽ സമ്മറി എപ്പോഴും കീപ്പ് ചെയ്യുക. അതിനകത്ത് മേക്ക് ഷുവർ ഇറ്റ് ഇസ് ജസ്റ്റ് 3 to 4 ലൈൻസ്. ആൻഡ് ഒരാൾ വായിക്കുന്ന ഒരാൾ അതൊരു ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി മനസ്സിലാവുന്ന ഒരു സാധനം.
what അതിൽ മനസ്സിലാവേണ്ടത് who you are, what you have done, what your skill sets are and why you are there, right? ഒരു ജനറിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കീപ്പ് ചെയ്യാതിരിക്കുക. നൗ തേർഡ് ഇസ് ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്. ഉദാഹരണത്തിന് നിങ്ങൾ റെസ്യൂമേയിൽ കൊടുക്കുകയാണ് മാനേജ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ബെറ്റർ വേർഷൻ ഇസ് you can just say worked with so and so and grew the Instagram following from let's say 10,000 to 15,000 in 6 months with average engagement rate of 50%, something like that. Very specific ആയിട്ടുള്ള quantified ആയിട്ടുള്ള achievements അവിടെ put forward ചെയ്യുക. It tells you or it tells us everything, whatever we need to understand. Fourth one is relevant ആയിട്ടുള്ള സ്കിൽസ് പ്ലെയിൻ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുക. സ്റ്റാർസ് ബാർസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് ആ ജോബിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. ഫിഫ്ത്ത് ഇസ് അപ്രോപ്രിയേറ്റ് ലെങ്ത്. ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് 1 പേജിനകത്ത് ഒതുക്കുക. ഇഫ് വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ട്, വെരി കമ്പലിംഗ് ആയിട്ടുള്ള 1 പേജിനകത്ത് പിടിക്കാത്ത എന്തെങ്കിലും കമ്പലിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഫ്രഷേഴ്സ് ജസ്റ്റ് 1 പേജ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 പേജസ്, റൈറ്റ്? അതിൽ കൂടുതലായിട്ട് പോവാതിരിക്കുക. സോ ദീസ് ആർ ദ 5 വെരി ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ്സ് ഓഫ് എ ഗുഡ് റെസ്യൂമെ. നൗ എങ്ങനെ നിങ്ങൾ റെസ്യൂമെ അയക്കുന്നതിന് മുന്നേ ഇത് ATS ചെക്ക് ചെയ്യാം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്യൂമേന്ന് എല്ലാ ടെക്സ്റ്റും കോപ്പി ചെയ്തിട്ട് വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നോട്ട് പാഡിനകത്തും, ഇപ്പോൾ മാക്കിലാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റിനകത്തൊക്കെ അവിടെ കൊടുക്കുക. എന്നിട്ട് അവിടെ നോക്കുക, ഡസ് ഇറ്റ് റീഡ് ക്ലീൻലി? അവിടെ എന്തെങ്കിലും ഫോർമാറ്റിംഗ് മിസ്റ്റേക്സോ ലോജിക്കൽ എററോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്ക്രാമ്പിൾഡ് ആയിട്ട് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ATS അങ്ങനെ തന്നെ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക. അവിടെ ഫോർമാറ്റിംഗ് ബെറ്റർ ആക്കാം. സെക്കൻഡ് ഇസ് ഒരുപാട് ഫ്രീ ATS ചെക്കേഴ്സ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ജോബ് സ്കാൻ അല്ലെങ്കിൽ റെസ്യൂമെ വേർഡഡ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നതാണ് നമ്മുടെ റെസ്യൂമേനെ ജസ്റ്റ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് സ്കോർ ചെയ്തിട്ട് തരും, യൂസ് ചെയ്യുക. അനദർ തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് മേ ബി കോപ്പി ഓൾ ഓഫ് ദിസ്, എന്നിട്ട് ജെമിനയിലോ ChatGPTയിലോ ക്ലൗഡിലോ കൊടുത്തിട്ട് ഫോർമാറ്റിംഗ് നോക്കാനായിട്ട് പറയാം, ATS ചെക്ക് ചെയ്യാനായിട്ട് പറയാം, സ്കോർ തരാനായിട്ട് പറയാം. സ്റ്റെപ്പ് 3 ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമേലുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ആൻഡ് ഫോർത്ത് ഇസ് നിങ്ങളുടെ റെസ്യൂമേ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരെടുത്ത് വായിക്കാനായിട്ട് പറയാം. വിത്തൗട്ട് കോണ്ടെക്സ്റ്റ്, ഒന്നും കോണ്ടെക്സ്റ്റ് ഒന്നും കൊടുക്കാതെ വായിക്കാനായിട്ട് പറയാം. എന്നിട്ട് അവർ ചോദിക്കുക, ഇത് വായിക്കുന്ന സമയത്ത് ഡു ദേ അണ്ടർസ്റ്റാൻഡ് ഹൂ ദിസ് പേഴ്സൺ ഇസ്, ഇവരെന്താണ് ചെയ്യുന്നത്, സ്കിൽ സെറ്റ്സ്, നല്ല കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സോ അവർ പറയുന്ന കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത വെരി അൺബൈസ്ഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ദാറ്റ് വിൽ ഓൾസോ ഗിവ് യു മോർ ഐഡിയ അബൌട്ട് ദാറ്റ്. സോ നിങ്ങളുടെ റെസ്യൂമേ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ജോബിൻ്റെ അല്ല, ബട്ട് യുവർ റെസ്യൂമേ ഇസ് ദ ഡോർ ടു യുവർ ജോബ്, റൈറ്റ്? സോ നിങ്ങളുടെ റെസ്യൂമേ പ്രോപ്പർ അല്ല, നിങ്ങളുടെ റെസ്യൂമേ ലെറ്റ്സ് ATS സിസ്റ്റം മറികടക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ യുവർ ഡോർ ഇസ് ക്ലോസ്ഡ്. സോ യുവർ ജോബ് ഇസ് ടു ഗെറ്റ് ദാറ്റ് ഡോർ ഓപ്പൺ. അതിന് നിങ്ങളുടെ റെസ്യൂമേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ്? സോ ഇറ്റ് ക്യാൻ ബി എ റെസ്യൂമേ, പോർട്ട്ഫോളിയോ, വാട്ട് എവർ ഇറ്റ് ഇസ്, റൈറ്റ്? മേക്ക് ഷുവർ ദ ഫോർമാറ്റിംഗ് ഇസ് പ്രോപ്പർ, റൈറ്റ്? ദീസ് ആർ വെരി സിമ്പിൾ മിസ്റ്റേക്സ്. ഇതൊന്നും അൺഫിക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് ഇരുന്നാൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ടേക്ക് യുവർ ടൈം ഔട്ട് ആൻഡ് ഫിക്സ് യുവർ റെസ്യൂമേ ആൻഡ് ചെക്ക് ഇറ്റ് വിത്ത് എ ഫ്രീ ATS ടൂൾ. ആഡ് നമ്പേഴ്സ്, മേക്ക് ഷുവർ ഓരോന്നും നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ യു ക്യാൻ ഫൈൻഡ് ഒരു ചെക്ക് ലിസ്റ്റ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ആ ചെക്ക് ലിസ്റ്റ് ജസ്റ്റ് ഫോളോ ചെയ്യുക, ഇറ്റ് വിൽ ഹെൽപ്പ് യു. ദാറ്റ്സ് ഇറ്റ്. സോ until we see next time, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് subscribe to the channel. Till we meet next time, don't stay average. We'll see you in the next one. Take care.